ഒരു കാലത്ത് നെയ്യാർ ഡാം എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് വരിക നരഭോജി ചീങ്കണ്ണികളുടെ തടാകമെന്നാണ്. ചീങ്കണ്ണി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി ക്രമാതീതമായി വർദ്ധിച്ചതോടെ ചീങ്കണ്ണികളുടെ ആക്രമണം പതിവായി. തുടർന്നാണ് റിസർവോയറിൽ വർഷങ്ങൾക്ക് മുൻപ് ചീങ്കണ്ണികളെ ഒഴിവാക്കാൻ ശ്രമം നടത്തിയത്. ഒപ്പം ഡാമിലെ പാർക്കിൽ പുതിയ ചീങ്കണ്ണി തലമുറയുടെ മുട്ട വിരിയിക്കലിനും വിലക്കായി. നെയ്യാർ റിസർവോയറിൽ ഇപ്പോഴും ചീങ്കണ്ണികളുണ്ട്. പാർക്കിലെ ചീങ്കണ്ണികൾ ചാകുന്നതോടെ വംശനാശം ഉറപ്പായി. ഇതോടെയാണ് ഏറെ ആലോചനകൾക്ക് ശേഷം വനംവകുപ്പ് ചീങ്കണ്ണി മുട്ട വിരിയിക്കാൻ തീരുമാനിച്ചത്. കാലക്രമേണ എണ്ണം കുറയുകയും വയസ്സായ പലതും ചത്തുപോവുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ ഒരു ജനറേഷൻ വേണമെന്ന് തോന്നിയിട്ട് മെയിലിനെയും ഫിമെയിലിനെയും വീണ്ടും കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരുമിച്ച് പാർപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ സീസണിൽ ബ്രീഡിംഗ് സീസണിൽ കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദ്ദേശം 4 മാസത്തോളം പ്രായമായി. അതിൽ 5 കുഞ്ഞുങ്ങൾ ആണ് വിരിഞ്ഞു വന്നത്. അവയെ നമ്മൾ പ്രത്യേകം പാർപ്പിച്ച് പ്രത്യേക സംരക്ഷണം കൊടുത്തു വരികയാണ്. ആ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതിനെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. 3 മാസം മുൻപാണ് ചീങ്കണ്ണികൾ മുട്ടയിട്ടത്. വനം വകുപ്പിന്റെ അനുമതി കിട്ടിയതോടെ മുട്ടകൾ വിരിയിക്കാനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ 5 മുട്ടകൾ വിരിഞ്ഞിറങ്ങി. കാഴ്ചക്കാർക്ക് കുഞ്ഞുങ്ങളെ കാണാൻ അനുവാദമില്ല. 3 മാസങ്ങൾക്ക് ശേഷം ഇവയെ പ്രത്യേകം കൂടുകളിലേക്ക് മാറ്റും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുലെ, ആദ്യം പറഞ്ഞ പോലെ ചീങ്കണ്ണിയുണ്ട്, പേടിക്കണം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഈ ചീങ്കണ്ണികൾക്കൊന്നും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിലേക്ക് മാറി. അപ്പം മനുഷ്യൻ അത് നമ്മളെ പേടിപ്പെടുത്തുന്ന ജീവികളാണെങ്കിൽ പോലും അതൊക്കെ ഓരോ സ്ഥലത്തും ഉണ്ടാകേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയാണ് ഇങ്ങനെയൊരു വലിയൊരു ശ്രമം വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. എന്തായാലും അത് ലക്ഷ്യം കണ്ടു. എങ്ങനെയാണ് ഇവയുടെ സംരക്ഷണമൊക്കെ ഒരുക്കുന്നത്? ഈ ചീങ്കണ്ണി വീണ്ടും വരുമ്പോൾ ആൾക്കൊരു പേടി ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഡിവിഷൻ പറഞ്ഞ പോലെ തീർച്ചയായും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ നെയ്യാറ്, ചാലക്കുടിപ്പുഴ അങ്ങനെ കുറച്ച് ഇടങ്ങളിൽ മാത്രമായിരുന്നു ഇത്തരത്തിൽ ചീങ്കണ്ണി ഉണ്ടായിരുന്നത്. പക്ഷേ നെയ്യാറിലേക്ക് വരികയാണെങ്കിൽ നെയ്യാറിന് കുറുകെ റിസർവോയർ പണിതതോടെ ഇതൊരു തടവറയിലാകപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ തുടർന്ന് പിന്നീട് വരുന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് അക്രമകാരിയായി മാറുകയും ചെയ്തു. പലപ്പോഴും എനിക്ക് തോന്നുന്നു തത്സമയത്തിൽ തന്നെ ഞാൻ ചെയ്ത ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അത് രാജയ്യൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീരഗാഥ തന്നെയാണ് ഇത്തരത്തിൽ നരഭോജിയായിട്ടുള്ള ഒരു ചീങ്കണ്ണിയെ പിടികൂടി കൊന്ന ഒരു കഥ. അത് പ്രായമായ ഒരു സ്ത്രീയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു ചീങ്കണ്ണിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചില വീരാതിസാഹസങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ കഥകളായി കൂടെ തന്നെ നെയ്യാർ പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും ഉണ്ട്. അപ്പം അത് അത്രത്തോളം തന്നെ മനുഷ്യജീവനും ബാക്കിയുള്ള ജീവനുകൾക്കും ഒക്കെ ഭീഷണിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇനി ഇവിടെ ചീങ്കണ്ണി വേണ്ട എന്നുള്ളൊരു തീരുമാനം ഒരു 2 മുൻപ് ഇത്തരത്തിൽ വനം വകുപ്പ് തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ അത്തരത്തിലുള്ള തീരുമാനത്തിലെത്തുമ്പോഴും ഇനി എങ്ങനെ ആ ജീവിയുടെ വർധനവ് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നും. കാരണം ഇന്ത്യയിലാകെ 3 തരത്തിലുള്ള മുതല ഇനങ്ങളാണുള്ളത്. ഇതിൽ ഇപ്പോൾ ഉള്ളത് ഫ്രഷ് വാട്ടർ ക്രോക്കോഡൈൽ അല്ലെങ്കിൽ ഗരിയാൽ എന്നൊക്കെ പറയുന്ന ഒരു ഇനത്തിൽപ്പെടുന്ന ഒരു ചെറിയ ചീങ്കണ്ണി വിഭാഗമാണ് ഈ നെയ്യാറിൽ കാണപ്പെടുന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കൊക്കെ ഇതിന് പ്രായവും കൂടും, ഒപ്പം വലിപ്പവും ഒക്കെ കൂടും. 30 വർഷം വരെ പ്രായമുള്ള ചീങ്കണ്ണികൾ പോലും ഈ നെയ്യാർ ഡാമിൽ ഉണ്ട് എന്നുള്ളതാണ്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ അടുത്തൊക്കെ ഇത് 30-40 മുട്ടകളൊക്കെ ഇട്ട് ആ മുട്ടകളൊക്കെ തന്നെ പൊട്ടിച്ച് കളയുകയാണ് പതിവ്. പക്ഷേ പതിവിന് വിപരീതമായി ഇത്തവണ ഈ മുട്ടകൾ എന്തായാലും വിരിയിക്കാം എന്നുള്ളത് അതിന് അനുവാദവും കിട്ടി, വനംവകുപ്പിന്റെ അനുവാദവും കിട്ടി. ആ അനുവാദത്തിന് ശേഷമാണ് ഇത്തരത്തിൽ 30 മുട്ടകളോളം അടവയ്ക്കുകയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ മണ്ണിന്റെ ടെമ്പറേച്ചറിനനുസരിച്ചാണ് അത് ആ കാലാവസ്ഥയ്ക്കനുസരിച്ച് ആണും പെണ്ണുമായി അങ്ങനെയാണ് അത് തരംതിരിഞ്ഞ് വിരിയുക എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ അറിവ്. അങ്ങനെയാണത്. അപ്പോൾ ആ സമയത്ത് അതായത് ചീങ്കണ്ണി കരയിലേക്ക് കയറി വരുന്നു, മണ്ണിൽ കൂടുണ്ടാക്കി മുട്ടയിട്ട് പോകുന്നു. പിന്നീട് അതിന് പരിചരണങ്ങളൊന്നുമില്ല. അപ്പം ഇത്തരത്തിൽ വിരിഞ്ഞ 5 മുട്ടകൾ, 30 മുട്ടയിൽ നിന്ന് ആകെ 5 മുട്ടകൾ മാത്രമാണ് വിരിഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് അതിൻ്റെ വംശവർദ്ധനവിനൊക്കെ കാരണമാകട്ടെ എന്നുള്ളതാണ്. എന്തായാലും മുൻപ് നെയ്യാർ ഡാം അറിയപ്പെട്ടിരുന്നത് സിംഹ സഫാരി പാർക്കായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ആദ്യത്തെ സിംഹ സഫാരി പാർക്കായിരുന്നു. പക്ഷേ ഈ സിംഹങ്ങൾ പിന്നീട് വംശവർദ്ധനവ് കൂടിയതോടുകൂടി അവിടെയും ഇത്തരത്തിൽ തന്നെ ഒരു മണ്ടത്തരം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനെ വന്ധ്യംകരിക്കുന്ന ഒരു നടപടി ഉണ്ടായി. വന്ധ്യംകരിച്ചതിന് ശേഷം ആ വന്ധ്യംകരണത്തോടുകൂടി ബാക്കി എല്ലാ മൃഗങ്ങളും ചത്തൊടുങ്ങുന്ന ഒരു രീതിയിലേക്ക്. അപ്പോൾ ആ സിംഹ പാർക്ക് ഇപ്പോൾ ഇല്ല, നിലവിലില്ല. അപ്പം ആ ഒരു ഘട്ടത്തിലേക്ക് എന്തായാലും ഈ ചീങ്കണ്ണികളുടെയും കൂടെ ജീവിതം മുൻപോട്ട് പോകാതിരിക്കട്ടെ. അത് സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയാണ്. അത് റിസർവോയർ ഒക്കെ വന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കാണ്. പക്ഷേ പ്രകൃതിക്ക് റിസർവോയറിനപ്പുറത്തേക്ക് നിലനിന്നാലേ പറ്റുള്ളൂ. പിന്നെ മനുഷ്യജീവന് വെല്ലുവിളിയാകുന്ന ജീവികളാണെങ്കിൽ ചെറിയ തോതിൽ അതിനെ ഉന്മൂലനം ചെയ്യുന്നതിൽ പ്രശ്നമില്ല, വെർമിനായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനും ജീവിച്ചാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ വംശവർദ്ധനവിനുള്ള എല്ലാ നടപടികളുമായിട്ട് മുൻപോട്ട് പോയാലേ ആ ഒരു പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ജീവിതത്തിന് എന്തായാലും രക്ഷ. എന്തായാലും സുരക്ഷിതമായി ഉള്ള ആളുകൾക്ക് എത്താൻ
പറ്റുന്ന രീതിയിൽ അതിൻ്റെ സുരക്ഷയ്ക്കൊന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ല. പക്ഷേ പ്രകൃതിയെ കരുതേണ്ടത്, അത് മൃഗങ്ങളെയൊക്കെ കരുതേണ്ടത് നമ്മുടെ മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതാണ് വനവകുപ്പൊക്കെ ചെയ്യുന്നത്.